കോഴിക്കോട് താമരശ്ശേരിയിൽ വീട് മാറി കൂടോത്രം നടത്തിയ സംഭവത്തിൽ ട്വിസ്റ്റ്. വീടും സ്വത്തും കൈക്കലാക്കിയ ഭാര്യയ്ക്കെതിരെ പ്രയോഗിക്കാൻ ഭർത്താവ് ഏൽപ്പിച്ച കൂടോത്രം വീട് മാറി ചെയ്യുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈങ്ങാപ്പുഴ സ്വദേശി സുനിലിനെ ചോദ്യം ചെയ്യലിനു ശേഷം വിട്ടയച്ചു. നിഖിൽ പ്രമേഷാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, സത്യം പറഞ്ഞാൽ ഇത് ചിരിക്കണോ കരയണോ എന്നാണ് തോന്നുക ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ. നമ്മൾ എവിടെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? സ്മിത, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണി കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു വ്യക്തി, ഒരു അജ്ഞാതൻ ഒരു വീട്ടുപറമ്പിലേക്ക് കയറി വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു തെങ്ങിന്റെ താഴെ ഒരു സാധനം നിക്ഷേപിച്ച് മടങ്ങുന്നു. ഇത് പഴയ കാലമൊന്നുമല്ലല്ലോ, എല്ലാം കണ്ട് മുകളിൽ ഒരാളുണ്ട് എന്ന് അദ്ദേഹം ഓർത്തില്ല. ഈ CCTV ക്യാമറ സെൻസർ ഉള്ള ക്യാമറ ആയിരുന്നു. ഒരാൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അത് ശബ്ദമുണ്ടാക്കി വീട്ടുകാരെ വിവരം അറിയിച്ചു. വീട്ടുകാർ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരാള് വീട്ടിൽ വന്ന് മടങ്ങി പോകുന്നതായുള്ള ദൃശ്യങ്ങളും അവർ കണ്ടു. ഉടനെ തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ഉമ്മയും മകളും ബൈക്കും എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് തിരിച്ചു. അവിടെ ഈ അജ്ഞാതൻ അവരുടെ വീട്ടിലേക്ക് വന്ന അതേ ആൾ അവിടെ ബസ് കാത്തു നിൽക്കുന്നത് കണ്ടു. തൊട്ടടുത്ത് ചെന്ന് ചോദിച്ചു, എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നതെന്ന്. അദ്ദേഹം പരിങ്ങി കളിച്ചപ്പോൾ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് ഇതൊരു കൂടോത്രമായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. പിന്നീടാണ് വീട് മാറിയാണ് കൂടോത്രം കഴിച്ചത് എന്നും മനസ്സിലായത്. പിന്നീട് ആരാണ് യഥാർത്ഥത്തിൽ ഈ കൂടോത്രം ഏൽപ്പിച്ചയാളെന്ന അന്വേഷണത്തിലായി പോലീസ്. അപ്പോഴാണ് ഇവരുടെ തൊട്ടരികിലുള്ള വീട്ടിലുള്ള ഒരാളാണ് കൂടോത്രം നൽകിയതെന്നും വിദേശത്തുള്ള ആളാണ് ഇദ്ദേഹം. തന്റെ ഭാര്യ തന്റെ മക്കളിൽ നിന്ന് വീടും സ്വത്തുക്കളും ഒക്കെ കൈവശപ്പെടുത്തി അവർക്കെതിരെയാണ് ഈ കൂടോത്രം ചെയ്തത് എന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും കൂടോത്രത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. അങ്ങനെ ഒരു പരാതിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ മേലിൽ ഇമാതിരി പരിപാടിക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു മുൻകരുതൽ നൽകിയാണ് ഇയാളെ ഈ കൂടോത്രം നടത്താൻ വന്ന ഈങ്ങാപ്പുഴ സ്വദേശിയായിട്ടുള്ള സുനിലിനെ മടക്കി അയച്ചത്. ഇസ്മായിലിന്റെ വീട്ടിലേക്കാണ് അവർ ഈ കൂടോത്രവുമായി വീട് മാറി കയറി ചെന്നത്. എന്തായാലും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകും ആളുകളുടെ ചില ഇടപെടലുകൾ കാണുമ്പോൾ. ഇനി മേലിൽ കൂടോത്രം ചെയ്യാൻ പ്രേരിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു ഡോസ് കൂടി നൽകിയാണ് പോലീസ് വിട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.